എല്ലാവർക്കും പുതിയ. അപ്പൊ ഇന്ന് ഞാൻ ഇച്ചിരി ചെടികളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ രണ്ടുപേരെ ചട്ടിയുടെ ഇവിടെ കണ്ടോ രണ്ട് മാൻകുട്ടികൾ എന്നല്ല കേട്ടോ, പൂച്ചക്കുട്ടികളാണ്. ഇതാണ് നമ്മുടെ ദുവയുടെ അനിയത്തിമാരും അനിയത്തിയും അനിയനും കേട്ടോ. ദുവയുടെ എന്ത് വീഡിയോ എടുത്താലും കൂടെ ഉണ്ടാവണ നമ്മുടെ ദുവയാണ് ഈ ഒരു വീഡിയോയിൽ മെയിൻ. നമ്മുടെ വീഡിയോസിൽ നമ്മളെടുക്കുന്ന മിക്ക വീഡിയോസിലും ദുവ ഉണ്ടാവാറുണ്ട് കേട്ടോ. സ്റ്റാറിട്ടൊക്കെയുണ്ട് ആൻറ്റി. അമ്മാമ്മ വീട്ടിൽ സ്റ്റാർ ഇട്ടോട്ടാണ്. ഞാൻ നാളെ കാണിച്ചു തരാം. അപ്പം നാളെ ക്രിസ്മസ് അല്ലേ, ഹാപ്പി ക്രിസ്മസ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തുടങ്ങുന്നത് ബോഗൺവില്ലയിൽ നിന്നാണ്. ഇത്രയും ബോഗൺവില്ലയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ അടുത്തുള്ളത്. കുറേ വെറൈറ്റി ബോഗൺവില്ലേഴ്സ് ആണ് കേട്ടോ, കുറേ വെറൈറ്റി കളേഴ്സും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഫസ്റ്റ് വന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ. ഇതൊരു ഓറഞ്ച് പിങ്ക് ഷെയ്ഡാണെന്നാണ് തോന്നുന്നത് കേട്ടോ. കണ്ടോ, ഇതിൽ തന്നെ കുറേ പൂക്കളിട്ട് വെക്കാനായിട്ട് ഇവിടേക്ക് ഇടുന്നുണ്ടോ. നെക്സ്റ്റ് വന്നിട്ട് വൈറ്റ് കളറിലാണ്. വൈറ്റ് കളർ എല്ലാവർക്കും അറിയാമല്ലേ. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞു വെറൈറ്റി ആണ്, ഇച്ചിരി വെറൈറ്റി. ഇതൊരു ഡാർക്ക് ഓറഞ്ച് കളറിലെയാണ് വന്നിട്ടുള്ളത്. ഡുവ നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അപ്പം അതിൽ പിടിക്കാൻ പോകും. ഇതാണ് നമ്മുടെ പിങ്ക് കളറിലെ ഈ ഒരു സ്റ്റാർ പോലത്തിരിക്കുന്നത്. ഇതൊരു വേറൊരു വെറൈറ്റി ടൈപ്പ്, ഒരു മജന്ത കളറ്. സോറി കേട്ടോ, തെറ്റിപ്പോയതാണ്. ഒരു നല്ല സ്റ്റാർ പോലെ ഇരിക്കണം. ഇത് കണ്ടോ, ഇത് യെല്ലോ ആൻഡ് ഓറഞ്ച് മിക്സഡ് ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇത് വേറൊരു വെറൈറ്റി. ഇത് ഒരു ലൈറ്റ് ലാവൻഡർ കളർ. പിന്നെ വേറൊരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദുവയുടെ ഒരു കളികളും. ഇതുണ്ട്, വീഡിയോ എടുക്കാൻ മനുഷ്യന് സമ്മതിക്കില്ല ഗൈസ്. നോക്കിയേ, എന്താ ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത്രയും ഓർക്കിഡ്സിൻ്റെ വെറൈറ്റീസാണ് നമ്മുടെ അടുത്തുള്ളത്. ഇനി ഉണ്ട്, പക്ഷേ അതൊന്നും പൂവിട്ടിട്ടില്ല അധികം. എന്ത് വീഡിയോ എടുക്കാനാ, വീഡിയോ കൊളാക്കാനായിട്ട് ദുവ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മാവ് പൂത്തക്കുന്നുണ്ടേ, ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം. ഇതൊക്കെ നമുക്ക് അച്ചാറിടാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചമ്മന്തി അരിക്കാനായിട്ട് നല്ലതാണ്. അപ്പം നമുക്കിനി അടുത്ത വെറൈറ്റിയിലേക്ക് പോകാം. അപ്പം അടുത്തതായിട്ട് ഞാനൊരു മനോഹരമായിട്ടുള്ള ചെമ്പരത്തിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി കളർ വന്നിട്ടുള്ളതാണ്. ഇവിടെ നല്ല റെഡ് കളറിൽ ഉള്ളിൽ, പിന്നെ ഇവിടെയൊക്കെ നല്ല ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരു ഇതള് പോയി കണ്ട്. ഇവിടെയൊക്കെ നല്ല ക്യൂട്ട് ചെമ്പരത്തിയാണ്. നമ്മുടെ ബോഗൺവില്ലയുടെ വേറൊരു വെറൈറ്റിയാണ് അവിടെ നിൽക്കുന്നത്. ഇതാണ് ഒരു കുഞ്ഞ് റോസ് കേട്ടോ. റോസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും കാണിച്ചു തന്നേന്ന്. ഒരു മാൻകുട്ടി അവിടെ ഓടിക്കളിച്ച് അതുകൊണ്ട് കേട്ടോ. ഇതൊരു പർപ്പിൾ കളറിലെ ഒരു പൂ ഉണ്ടാവണേ കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് ഇതിൻ്റെ ഒന്നും അധികം അറിഞ്ഞൂടാ. പിന്നെ ഇതേപോലത്തെ ഞാനിത് കാണിച്ചു തരാം. നല്ല രസമായിരിക്കും കേട്ടോ. തലയൊക്കെ വെച്ചിട്ട് പോകാം ഗൈസ്. ഇത് കണ്ടോ നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ നടക്കണേ കേട്ടോ. ഒരാളിത് അവിടെ ഇരിപ്പുണ്ട് അവിടെ. ഇത് കണ്ടോ ഗൈസ്, എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതുണ്ടോ നമ്മുടെ ബോഗൺവില്ലയുടെ ഇത് ഉണങ്ങി കിടക്കുന്നു. ഒരു ദിവസം വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ഇവിടെയുള്ള ഒരു ചെറിയ വെറൈറ്റി കുറച്ച് ലീഫുകളെ കാണിച്ചു തരാം, കുറച്ച് ഇലച്ചെടികളെ കാണിച്ചു തരാം. പെട്ടെന്ന് ചുമയും വന്നതിൻ്റെ ഇടയിൽ ഇതുണ്ടോ. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സത്യം പറഞ്ഞാൽ പേരെനിക്ക് ഇതൊക്കെ ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഓരോ ചെടി. പേരറിഞ്ഞൂടെങ്കിലും ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ടൈപ്പ് ഇതാണ്, ഒരു ഇലയാണ്. ഈ ഇലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരു ചെറിയ റെഡ് കളറിലൊക്കെ വന്നിട്ട് ഈ സൈഡ് ഗ്രീനൊക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ. ഇത് മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവുന്ന ചെടിയായിരിക്കും കേട്ടോ ഇതൊക്കെ.
ഇതുണ്ട് ഇവിടെ ഒരു ഡാർക്ക് ഗ്രീനും ഇവിടെ ഒരു എന്ത് കളറാണ് യെല്ലോ ഷെയ്ഡാ ലൈറ്റ് അല്ല ഷെയ്ഡ്. ഇതുണ്ടോ ഇതും അതേപോലെ ഇവിടെ ഉണ്ട് ഡാർക്ക് കളറിലൊരു ഗ്രീൻ പിന്നെ ഇത് കണ്ടോ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ ഇവിടെ ഒരു പച്ച കളറിലും വെള്ള കളറിലൊക്കെയാണ്. നമ്മുടെ അടുത്തത് വരുന്നത് ഇത് കണ്ട ഒരു ലീവ്സാണ്. ഇത് നോക്കിയേ ഇത് കണ്ട ഇതൊരു പിങ്ക് കളറിലെ ഒരു ലീഫ് പോലെ ഇരിക്കണതാണ് കേട്ടോ. ഇത് നമ്മുടെ വേറൊരു വെറൈറ്റി ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവുന്നതാണ്. ഇതുണ്ട് ഇവിടെ ഒരു റെഡ് വന്നിട്ട് ഇവിടെ പച്ചയും വന്നിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഇത് കണ്ട് ഇവിടെയൊക്കെ കുറച്ച് റെഡ് കൂടിയതാണ് ഇവിടെ. ഇതാണ് അടുത്തതെന്നാണ്. ഇതിന് പൂവുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇതുണ്ട് ഇതിൻ്റെ ഇത് പച്ച വന്നിട്ട് ഇവിടെ ഒരു പിങ്ക് ലൈൻസ് വന്നിട്ട് കുറേ ഡോട്ട്സ്. ഇതാണ് ഞാൻ അടുത്ത പറഞ്ഞ ചെടി. ഈ ചെടിയിലാണ് കണ്ടോ ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് പിങ്ക് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് അതിൻ്റെ തന്നെ വേറെയാണ്. ഇത് നോക്കിയേ ഇതെന്തിട്ടാണെന്ന് എനിക്കറിയാം കേട്ടോ. ഇതൊരു ചെടിയാണ്. ഇത് കണ്ടോ വേറൊരു ചെടി. ഇതൊരു മഞ്ഞ ഷെയ്ഡ് വന്നിട്ട് ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ലൈൻസ് ഒക്കെ ഉള്ളതാണ്. ഇത് ചെടിയാണ് വാത്സ്യം ആയിട്ടുണ്ട്. ഗുർഗൈസ് ഇത് ആ കുഞ്ഞിനോട് തല്ലു പിടിക്കണുണ്ട് അവിടെ കിടന്ന്. നമുക്കിത് പറയാതിരിക്കാൻ പറ്റൂല. വീഡിയോ എടുക്കാൻ നേരത്ത് ദുവയുടെ ഈ കുസൃതികൾ കാണുമ്പോൾ അത് പറയാതിരിക്കാനായിട്ട് പറ്റൂല കേട്ടോ. അതൊക്കെ ഇങ്ങനെയായിട്ട് കളിപ്പിക്കുന്നുണ്ട് ദുവ. ഇപ്പം കണ്ടത് അങ്ങോട്ട് പോയി. ഇപ്പം ഈ കൊച്ചുങ്ങളുടെ അമ്മ പോയി കഴിഞ്ഞാൽ ദുവയാണ് നോക്കണത്. ദുവ നിങ്ങളെ നോക്കും. എന്നിട്ട് അമ്മ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വല്ല വലയിനൊക്കെ കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു പാമ്പ് ഒരു ചേരയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ തള്ള കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നേക്കണേ. ചേരേനെ കൊണ്ടുവന്നേക്കണേ. പിന്നെ ദുവ ഒരു ദിവസം പ്രാവാണെന്ന് അറിഞ്ഞൂടെ എന്തോ ഒരു കിളീനെ എങ്ങനെ കിട്ടിയതൊന്നും നമുക്ക് അറിഞ്ഞൂടില്ല. ഏതൊരു കിളീനെ പിടിച്ചുകൊണ്ട് നിൽക്കണ്. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് കൊടുക്കണേണ്. ഈ തള്ള ഒരു ദിവസം ഞാനപ്പോൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് കരുതില്ലേ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് ഓരോ കഥകൾ. പിന്നെ ഒരു കരിമീൻ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് ഈ നമ്മൾ ഡോറിലിട്ട് വിളിക്കണിരുന്നു ആ തള്ളപ്പൂച്ച. വിളിച്ചിട്ട് തുറന്നു കൊടുത്തപ്പോൾ ഇത് കൊണ്ടൊന്ന് ആ കുഞ്ഞ് ഇതുവൊക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ. ഇതാണ്ടോ അപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട്. പുറത്തേക്ക് പോയാൽ അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റിയിലേക്ക് പോകാം. നമ്മുടെ നന്ദിപ്പാഴം ഉണ്ടായിട്ടുണ്ട്. ഇത് അവിടെ ഉണ്ട് കൂടുതൽ ഇവിടെ. അടുത്ത വെറൈറ്റിയിലേക്ക് പോകാൻ നമുക്കപ്പോൾ അടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ചെടിയുടെ പേരാണ് ബട്ടർഫ്ലൈ ലീഫ് എന്ന് പറയാം. ബട്ടർഫ്ലൈ ലീഫ് എന്നൊക്കെയാണ് എനിക്കറിയാം. ബട്ടർഫ്ലൈ ലീഫ് എന്നാണെന്ന് ഇതിൻ്റെ പേരെന്ന് തോന്നുന്നു. എനിക്കറിയാം കേട്ടോ. ഇതിൻ്റെ ഇത് കുഞ്ഞിട്ടോ ഒരു കുഞ്ഞി ലാവൻഡർ കളറിലെ പൂവാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണല്ലേ. അടുത്തത് ഈ ഒരു ലീഫിനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. ഇത് ഭംഗിയുള്ള ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതൊരു ചേമ്പിൻ്റെ ഇല വന്നിട്ട് ഇവിടെ കണ്ടോ വൈറ്റ് ഡോട്ട്സിലുള്ളതാണ്. ഇത് എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവണതാണ്. ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവണം നമ്മുടെ മേച്ചിക്കകത്ത്. ഇതുണ്ട് വേറൊരു ലീഫ്. ഇതിൽ പൂവുണ്ടാവും കേട്ടോ. ഒരു ചെമ്പാണ്. ഇതിൻ്റെ പേര് ലക്കി പ്ലാന്റ് എന്ന് എന്തോ ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത ലീഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഈ ഒരു ഭാഗം പിങ്കും ഈ ഒരു ഭാഗം ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് അവിടെ കുറേ ഇതേപോലത്തെ പിങ്ക് ഷെയ്ഡ്സ് ഉള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ലാവൻഡർ. ഈ പൂ എന്താ അഡേലിയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഇതുണ്ടോ ഗൈസ് ഡാലിയേ അങ്ങനെ എന്തോണ് ഇതിൻ്റെ പേര്. ജെറിബെറി എന്നാണ് പേര്. തെറ്റിപ്പോയതാണ്. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അത്രക്ക് നോട്ടീസില്ല. കൊണ്ട് കുറേ ചെടികളൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ ഈ ചെടികളുടെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അപ്പോൾ കമൻറ്റ് ബോക്സിൽ നമുക്കൊന്ന് ഇട്ടേക്കണേ. നമ്മുടെ ദുവേനെ ഇഷ്ടമുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഞാനും ദുവേൻ. ടാറ്റാ.